സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ശബരിമലയിൽ ദിലീപിന് VIP ദർശനം നൽകിയതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് VS പ്രശാന്ത്. 4 ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും വിശദീകരണം കേട്ട ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പ്രശാന്ത് അറിയിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, 2 ഗാർഡുമാർ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. കുറച്ചു സമയത്തേക്ക് ദർശനം തടസ്സപ്പെട്ടുവെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം ദിലീപിന് മുറി അനുവദിച്ചതിൽ ക്രമക്കേടുകൾ ഇല്ല, സ്വാഭാവിക നടപടി മാത്രമാണ്. മാധ്യമപ്രവർത്തകർക്കടക്കം റൂം അനുവദിക്കാറുണ്ടെന്നും പ്രശാന്ത് വ്യക്തമാക്കി. എന്നാൽ VIP ദർശനം നൽകിയതിലെ വീഴ്ച ഗൗരവമായി കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഷങ്ങളായി അനധികൃതമായി ഡോണർ മുറി കൈവശം വെച്ച സുനിൽ സ്വാമി എന്ന സുനിൽകുമാറിനെ കുറിച്ചുള്ള കോടതി പരാമർശത്തിലും പ്രശാന്ത് പ്രതികരിച്ചു. സുനിൽ കോടതി നിർദ്ദേശം വന്ന ഉടനെ തന്നെ മല ഇറങ്ങി. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരിൽ ഡോണർ ഹൗസിൽ മുറിയുണ്ട്, അവിടെയാണ് താമസിച്ചതെന്ന് പ്രശാന്ത് പറഞ്ഞു. അതേസമയം ഹൈക്കോടതി കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ദിലീപ് അടക്കം ചിലർക്ക് ശബരിമല ദർശനത്തിന് പ്രത്യേക സൗകര്യം ഒരുക്കിയതാണ് കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയത്. ദിലീപിനോടൊപ്പം ആലപ്പുഴ ജില്ലാ ജഡ്ജി KK രാധാകൃഷ്ണൻ, നോർക്ക് ചുമതല വഹിക്കുന്ന KP അനിൽകുമാർ എന്നിവരും ഉണ്ടായിരുന്നു എന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. വ്യാഴാഴ്ച രാത്രി നട അടക്കാൻ ഹരിവരാസനം പാടുന്ന സമയം മുഴുവൻ ഇവർക്ക് ശ്രീകോവിലിന് മുൻനിരയിൽ നിന്ന് തൊഴാൻ സൗകര്യം ഒരുക്കി നൽകിയിരുന്നു.